ഹലോ ഗൈസ്, അപ്പോൾ വീട്ടിലാണ് കേട്ടോ. നമ്മൾ കുറച്ചായി വീഡിയോ ഒക്കെ ചെയ്തിട്ട് അപ്പം നമ്മൾ വിക്ടോറിയസിനെ കുറിച്ചിട്ടാണ് ഇന്ന് വീഡിയോ. വിക്ടോറിയസിലാണ് എന്തൊക്കെ ആക്സറീസാണ് കാര്യങ്ങളാണ് ചെയ്തതെന്ന് പറഞ്ഞിട്ട് ഇതാണ് കേട്ടോ. സ്റ്റെപ്പ് ഫസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഏകദേശം 14 രൂപേൻ്റെ അടുത്താണ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അന്ന് ചെയ്തപ്പോൾ. ഇത് ആവശ്യം ഉണ്ടോ ചോദിച്ചാൽ നിങ്ങൾ വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി കേട്ടോ. പിന്നെ ഈ ഒരു സാധനം ചെയ്തിട്ടുണ്ടായിരുന്നു, ക്ലയറിങ് ഈ സാധനം ചെയ്തിട്ടുണ്ടായിരുന്നു. വൈസർ ഈ സാധനമല്ലേ, റെയിൻ ഗാർഡ് എന്ന് പറഞ്ഞ സാധനം ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെയൊക്കെ റേറ്റ് ഞാൻ അവിടെ കൊടുത്തേക്കാട്ടോ. ഏകദേശം ഇനി മറന്നുപോയി, ഏകദേശം ഇപ്പോൾ 4 മാസത്തിൻ്റെ അടുത്തായല്ലോ. ഓർഡർ ചെയ്തിട്ട് 4 മാസം, ഏകദേശം നവംബറിലാണ് നമുക്ക് വണ്ടി കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഓൾമോസ്റ്റ് ആ റേഞ്ച് ആയിട്ടുണ്ട്. അപ്പം അതായിരുന്നു ചെയ്തത്. ഇനിയും കുറച്ച് കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ട്. എനിക്ക് ഈ ലൈറ്റ് മാറ്റണമെന്നുണ്ട്, ബേസ് മോഡലല്ലേ, ലൈറ്റ് മാറ്റണമെന്നുണ്ട്. പിന്നെ ഞാനിവിടെ ഒരു ക്യാമറ എക്സ്ട്രാ ഫിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ക്യാമറ ഫിറ്റ് ചെയ്തിട്ടുണ്ട്, അത് ഷോറൂമിൽ തന്നെയാണ് ചെയ്തത്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സാധനം ഉണ്ടല്ലോ, ഇത് മാറ്റണം എന്ന് ആഗ്രഹമുണ്ട് കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞത്, അന്ന് തട്ടി പോളവെന്ന് അടിച്ചെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് മാറ്റണം എന്നുണ്ടായിരുന്നു. ഇതെന്താ സംഭവിച്ചാൽ ബാക്കിൽ രാത്രി നൈറ്റ് വിഷൻ ഭയങ്കര കുറവാണ്, ക്ലിയർ ഇല്ല. ഞാനിപ്പം ഉള്ളിൽ നിന്ന് കാണിച്ചില്ല ഇപ്പം എത്രത്തോളം ക്ലിയർ ഉണ്ടെന്നുള്ള. നൈറ്റ് തീരെ ക്ലിയർ ഇല്ല. അപ്പോൾ അവിടെ നിന്ന് റീപ്ലേസ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ചെയ്യുന്ന ആക്സറീസ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള ആക്സറീസ് ചെയ്തിട്ടോ. പിന്നെ ഞാൻ പുറത്തുനിന്ന് വാങ്ങി ചെയ്ത കാര്യങ്ങളാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വെയിലൊക്കെ അല്ല, അപ്പോൾ നല്ല വെയിലല്ലേ, അപ്പോൾ ഇങ്ങനത്തെ ഒരു സാധനം ചെയ്യാവുന്നതാണ് കേട്ടോ. ഇത് ഏകദേശം ഒരു 1500 രൂപേൻ്റെ അടുത്താണ് ആമസോണിൽ നിന്ന് കിട്ടുന്നത് കേട്ടോ. അതിൻ്റെ ചെറിയ ക്വാർട്ടർ ഗ്ലാസ്സിൽ വരെ സാധനമുണ്ട്. അത്യാവശ്യം നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യം കേട്ടോ ഇത് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് എന്താണെന്ന് വെച്ചാൽ, പിന്നെ ഞാനിപ്പോൾ എക്സ്ട്രാ ജസ്റ്റ് ഒരു ആക്സസറീസ് എന്നുള്ള രീതിയിൽ പറയുകയാണെങ്കിൽ ആഡ് ചെയ്ത് വെച്ചിട്ടുള്ള സാധനം, നമുക്ക് സ്റ്റെപ്നി ടയറും കാര്യങ്ങളൊക്കെ വാങ്ങാനുണ്ട്. ഇങ്ങനത്തെ 2-3 സാധനങ്ങൾ പൊടി തട്ടാൻ വേണ്ടിയിട്ട് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ഉപകാരമുള്ള സാധനമാണ്, നിങ്ങൾ വേണമെങ്കിൽ വാങ്ങി വെച്ചോളൂ. എല്ലാ ദിവസവും നമുക്ക് കഴുകി പോകാൻ കഴിയില്ലല്ലോ, അപ്പോൾ ഇതൊരു ഓപ്ഷനാണ് കേട്ടോ നമുക്ക് ചെയ്യാൻ പറ്റിയ. പിന്നെ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഇതാണ്, ഒരു ആക്സസറീസ് എന്നുള്ള രീതിയിൽ നമുക്ക് എടുക്കാവുന്ന സാധനമാണ്. നമ്മുടെ ഇൻഫ്ലേറ്റ് ചെയ്യാൻ പറ്റിയ ബെഡാണ് കേട്ടോ അത്. ഇതാണ് ആ ബെഡ് വരുന്നത്. ഇൻഫ്ലേറ്റ് ചെയ്തിട്ട് നമുക്ക് ബേബീസിനൊക്കെ ബാക്കിൽ ഇരുത്തിയിട്ട് പോകാനൊക്കെ വേണ്ടിയിട്ടുള്ള ബെഡാണുള്ളത്. ഇത് പിന്നെ പഴയ വണ്ടിയിൽ നിന്ന് എടുത്തതാണ്, നമ്മൾ വാക്യൂം ക്ലീനറില്ലേ, നമ്മൾ പഴയ വണ്ടിയിൽ നിന്ന് എടുത്ത സാധനമാണ് കേട്ടോ. ഇതൊക്കെ ഒരു അത്യാവശ്യമായിട്ട് വേണ്ടതാണ്. പിന്നെ ഇപ്പം ആക്സസറീസ് ആയിട്ട് നമുക്ക് പഞ്ചർ കിറ്റും കാര്യങ്ങളാണ് കിട്ടുക കേട്ടോ. ഇതാണ് പഞ്ചർ കിറ്റ്. അതെങ്ങനെയാണ് സെറ്റപ്പ് ചെയ്യാമെന്ന് എനിക്ക് വലിയ ധാരണയില്ല, ഞാനത് ഒരു ദിവസം ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. അപ്പം ആക്സസറീസ് നമുക്കില്ല, ആക്സസറീസ് ആയിട്ട് മറ്റേ ഇതില്ല, സ്റ്റെപ്പിന് ടയറും കാര്യവും നമുക്കില്ല. ആ ഒരു ഫോൾട്ട് നമുക്ക് കേട്ടോ. അപ്പം എപ്പോഴെങ്കിലും ഒന്ന് വാങ്ങി വെക്കണം എന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ പിന്നെ നമ്മൾ ചെയ്തത് നമ്മുടെ സ്വിഫ്റ്റിൽ നിന്ന് എടുത്ത് ഇങ്ങോട്ട് വെച്ചതാണ് കേട്ടോ. ക്യൂബോ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ ഒരു ഡാഷ് ക്യാമറയാണ്. അത്യാവശ്യം നല്ല ക്യാമറ തന്നെയാണ് വരുന്നത്. അതിലുള്ള മെമ്മറി കാർഡും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതാണ് ഞാൻ പറഞ്ഞത്, ഇങ്ങനെ നമുക്ക് അറ്റാച്ച് ചെയ്യാം കേട്ടോ. അതാകുമ്പം വെയിലും കാര്യങ്ങളൊക്കെ സൈഡിൽ നിന്ന് അടിക്കുന്നത് കുറവായിരിക്കും. ഒരു ചെറിയൊരു ഷെയ്ഡ്, ഒരു പ്രൈവസി കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ അതൊരു കാണാനും പറ്റും. പക്ഷേ പുറത്തുനിന്ന് പെട്ടെന്ന് നോക്കുമ്പോൾ ഫീഡിങ് ഒക്കെ, മോനിപ്പോൾ ഫീഡിങ് ആയതുകൊണ്ട് തന്നെ ആ സാധനം നമുക്ക് ഭയങ്കര ഉപകാരപ്പെടും. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ ക്യൂബോ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെയാണ് കേട്ടോ. അത് കാണുന്നുണ്ടോയെന്നറിയില്ല. ക്യൂബോ എന്ന് പറഞ്ഞ ബ്രാൻഡാണ്, ഹീറോൻ്റെ സബ് ബ്രാൻഡാണ് കേട്ടോ. അത് അത്യാവശ്യം നല്ല ക്ലിയർ ഉള്ള ഒരു സെറ്റപ്പാണ്, വീഡിയോ കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ ചെയ്ത ആക്സറീസ് പറഞ്ഞാൽ ഈ ഒരു കാര്യം കേട്ടോ, ഈ ലെതർ പോലത്തെ ഒരു ഫിനിഷുള്ള സ്റ്റിയറിംഗ് കവർ, എന്താ പറയുക, സ്റ്റിയറിംഗ് കവർ എന്ന് പറഞ്ഞ സാധനം, ആ സാധനം ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ആക്സറീസ് ആയിട്ട് ചെയ്തത് ഇതാണ്, ഈ ഒരു ബ്ലാക്ക് കളറിലുള്ള സീറ്റ്. അത്യാവശ്യം കുഷ്യനൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ കുഷ്യനുണ്ട്. പിന്നെ എയർ ബാഗിന് അപ്പർ സൈഡ് നമുക്ക് ഒരു ബ്രേക്ക് ഉണ്ടോ, ഈ സാധനം ഉണ്ട്. അപ്പോൾ അതാകുമ്പോൾ എയർ ബാഗിന് വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടാവില്ല. പൈസേൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ മെയിനായിട്ട് നോക്കേണ്ടത് ഇതിനാണ് ഏറ്റവും കൂടുതൽ പൈസ ആയിട്ടുള്ള സ്റ്റെപ്പിനാണ്. 14,000 ചില്ലറ ആയിട്ടുണ്ടായിരുന്നു, 14,200 എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. സീറ്റ് കവറിനാണ് നെക്സ്റ്റ് പൈസ ആയത്. സീറ്റ് കവറിന് ഏകദേശം 9,000, 10,000 അടുത്തായിട്ടുണ്ട്. പിന്നെ നമ്മളെ സ്റ്റിയറിംഗ് കവർ അത് എത്ര 500, ചെറിയ പൈസ ആയിട്ടുള്ളൂ, 500 അങ്ങനെ എന്തോ ആയിട്ടുള്ളൂ എന്ന് തോന്നുന്നു ഈ സ്റ്റിയറിംഗ് ഇതിന്. പിന്നെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്ന മാറ്റ് ഞാൻ പറയാൻ പറ്റുപോയി, വിക്ടോറിയസിൻ്റെ തന്നെ അവിടുന്ന് ഷോറൂമിൽ നിന്ന് ചെയ്തിട്ടുള്ള മാറ്റാണ് കേട്ടോ. ഇതിന് ഏകദേശം നല്ല അത്യാവശ്യം പൈസ ആയിരുന്നു, 3,000-5,000 രൂപേൻ്റെ അടുത്തൊന്നും ആയിട്ടുണ്ടായിരുന്നു. കറക്റ്റ് പൈസ ഓർമ്മയില്ല. അതായിട്ടുണ്ട്. പുറത്തുനിന്ന് ചെയ്താലും മതി കേട്ടോ, കുഴപ്പമൊന്നുമില്ല. നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും മാറ്റ് ചെയ്യാമല്ലോ. 3D മാറ്റാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതാണ് സ്റ്റെപ്പ് പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നമ്മൾ വിക്ടോറിയസിൽ ചെയ്ത് വെച്ചത്. ഇനി നെക്സ്റ്റ് ചെയ്യാനുള്ളത് ഇവിടെ പെയിൻ്റ് അടിക്കുക, അല്ല ഇവിടെ എന്തെങ്കിലും സംഭവങ്ങൾ ചെയ്യണം, ആ ഒരു പോയിൻ്റാണ്. പിന്നെ നമ്മൾ ഈ കളറൊക്കെ ഉണ്ട്, ബോഡി കളറിലേക്കോ അല്ലെങ്കിൽ വേറെ എന്തിലേക്കും മാറ്റണം എന്ന് ആഗ്രഹമുണ്ട്. റൂഫ് റെയിൽസ് വെച്ചാൽ കൊള്ളാമെന്നുണ്ട്. പിന്നെ ഇത് മാറ്റിയാൽ കൊള്ളാമെന്നുണ്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ പറഞ്ഞത് ലൈറ്റിൻ്റെ കാര്യം പറഞ്ഞു.
റൈറ്റ്. ഇതൊക്കെയാണ് നമ്മൾ ഇനി കൂടുതലായിട്ട് അപ്ഡേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. പിന്നെ അലോ വീൽസ് ഇട്ടാൽ കൊള്ളാമെന്നുണ്ട്. അത് പിന്നെ ഞാൻ എവിടെയും കോയമ്പത്തൂരൊക്കെ പോകുന്ന വഴിക്ക് ചോദിക്കാമെന്നുള്ള ഒരു പ്ലാനിലാണ് നിൽക്കുന്നത്. ഏകദേശം വലിയ ഇൻവെസ്റ്റ്മെൻ്റ് ആയതുകൊണ്ട് ലാസ്റ്റിലേക്ക് വെച്ചതാണ്. പിന്നെ ഞാൻ അലോ വീലിൻ്റെ അത്ര വലിയ ഫാനല്ല, കാണാൻ രസമുണ്ടാവും, പക്ഷേ യൂസബിലിറ്റി എനിക്കറിയില്ല. അതെന്തെങ്കിലും പൊട്ടിപ്പോയി കഴിഞ്ഞാലോ എന്നുള്ളൊരു പേടിയുണ്ട്. കാണാൻ രസം തന്നെയാണ്, പക്ഷേ അതാണൊരു ടാസ്ക് ഉള്ളത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞാൻ ചെയ്തത്. പിന്നെ നമ്മൾ കോട്ടിങ് ചെയ്തിട്ടുണ്ടായിരുന്നു, അന്ന് തട്ടിയിട്ടുണ്ടായിരുന്നല്ലോ സൈഡിൽ. ആ തട്ടിയിട്ട് അന്ന് അവിടെ നമ്മൾ പെയിൻറ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ സൈഡിലല്ലായിരുന്നു, ഇതേപോലെ ആയിരുന്നു സൈഡ് ഉണ്ടായിരുന്നു. ഇവിടെ തട്ടിയിട്ടുണ്ടായിരുന്നു, നമ്മൾ സ്ക്രാച്ച് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നന്നായിട്ട് പെയിൻറ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ലാസ്റ്റായിട്ട് ചെയ്തിട്ടുള്ള സംഭവം എന്താണെന്ന് വെച്ചാൽ ബോറോഫിൽ കോട്ടിംഗ് എന്ന് പറഞ്ഞിട്ട് കോട്ടിംഗ് ആണ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉപകാരം എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെയ്തതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഇതായിരുന്നു കേട്ടോ. നിങ്ങൾക്കിപ്പോൾ കാണാം, ഞാനിപ്പോൾ വെള്ളം ഒഴിച്ചു, കണ്ടേ, വെള്ളം ഒഴിച്ചിട്ട് അവിടെ പിടിക്കുന്നില്ല. ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടും. അപ്പോൾ ഇവിടെ നല്ല പൊടിയും കാര്യങ്ങളും കേട്ടോ. നമ്മളെ റോഡ് ഇവിടെ തൊട്ടെടുത്താണ്, ചെറിയ പഞ്ചായത്ത് റോഡാണ്, പക്ഷേ ആ റോഡ് വെളുത്തുണ്ടായല്ലേ. ഇതാണ് ഈ ഒഴുകി വരുന്ന സംഭവം ഉണ്ടോ, ഈ വെള്ളം കണ്ടോ ഒഴുകി വരുന്നത്, ഊരിയ തന്നെ പോകും കേട്ടോ. അപ്പോൾ ഈ ഒരു എഫക്റ്റിന് വേണ്ടി, ഈ ചേമ്പിലെ എഫക്റ്റ് ഉണ്ടല്ലോ, ഹൈഡ്രോഫോബിക് എഫക്റ്റ്, ഈ എഫക്റ്റിന് വേണ്ടിയിട്ടാണ് ഞാനന്ന് അത് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. വെള്ളം നമ്മൾ ഒഴിക്കുന്നു, വണ്ടി നിൽക്കുന്നില്ല. അപ്പോൾ കണ്ടേ, ഇങ്ങനെ ഈ ഒരു സംഭവത്തിന് വേണ്ടിയിട്ടാണ് ഞാനത് ചെയ്തത്. അപ്പോൾ ഗ്ലാസ്സിലാണെങ്കിലും നമ്മൾ ഒഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഒലിച്ചൊലിച്ച് പോകും കേട്ടോ. ഈ ഒരു എഫക്റ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കാര്യം ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അടിപൊളി ഒരു സാധനമാണ്, വേർത്താണ്. നിങ്ങൾക്ക് വേണം പുള്ളിൻ്റെ നമ്പറും കാര്യങ്ങളും താഴെ കൊടുക്കാം കേട്ടോ. അത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു എഫക്റ്റ് മനസ്സിലാവും. കണ്ടില്ലേ, ഒരു സാധനം ഇത് എത്രത്തോളം ഇതിൽ കിട്ടുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാവില്ല. വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ കഴുകാൻ ഭയങ്കര സുഖമാണ്. വണ്ടി കഴുകാൻ ജസ്റ്റ് ഒന്ന് തുടച്ചെടുത്താൽ മതി. ഇത് ജസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ചളിയും കാര്യങ്ങളൊക്കെ പോയിക്കോളും. പിന്നെ തുടച്ചെടുക്കണം കേട്ടോ, കാരണം ചില സ്ഥലത്ത് അവിടെ വെള്ളം നിൽക്കും, അതൊന്ന് തുടച്ചെടുത്തില്ലേ വാട്ടർമാർക്ക് വരും. ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അപ്പോൾ പിന്നെ നമ്മൾ ഇങ്ങനെ യൂസ് ചെയ്യുകയാണെങ്കിൽ നൈസായിരിക്കും കേട്ടോ. ചില സമയത്ത് നമുക്ക് വെള്ളം ഒഴിച്ച് കഴുകാൻ പറ്റലുണ്ടാവില്ല. ആ സമയത്താണെങ്കിൽ ഇത് പൊടി അവിടെ നിന്ന് വെച്ചിട്ട് കുഴപ്പമുണ്ടല്ലോ കേട്ടോ. നമ്മൾ എന്തെങ്കിലും തുണിയോ അല്ലെങ്കിൽ സാധനം ഉണ്ടെങ്കിൽ ലൈറ്റായിട്ടൊന്ന് തുടച്ചാൽ മതി. ഞാനിപ്പോൾ ഇത് പ്രഷർ വാഷ് ചെയ്യാറില്ല, പ്രഷർ വാഷറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ ചെയ്യാറില്ല കേട്ടോ. ഇതാണ് സിമ്പിളായിട്ട്. ഇപ്പോൾ വണ്ടി ക്ലീനിങ് കഴിഞ്ഞു ആണല്ലേ. നേരത്തെ അവിടെയൊക്കെ പൊടി ഉണ്ടായിരുന്നു, ആ പൊടിയും കാര്യങ്ങളൊക്കെ ഒന്ന് ഇതായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു ഉപകാരത്തിലാണ് ഞാൻ ആ സാധനം വാങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മൾ വെള്ളം ഇനി ഹാർഡ് വാട്ടറും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാനാണെങ്കിലും ഈ ഒരു ഇതാക്കിയത് കൊണ്ട് തന്നെ അത് പേടിക്കേണ്ട, വണ്ടീൻ്റെ പെയിൻറ്റ് ഫെയ്ഡ് ആവുമെന്നുള്ള കാര്യം പേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു ലാഭമാണ് നിങ്ങൾക്ക് ഉണ്ടാവുക കേട്ടോ. നിങ്ങളൊന്ന് ജസ്റ്റ് പറ്റുമെങ്കിൽ ഈ ഗ്രാഫൈൻ കോട്ടിങ്ങോ അല്ലെങ്കിൽ ബോറോഫിൻ അങ്ങനെ പറഞ്ഞിട്ടുള്ള കോട്ടിങ് കാര്യങ്ങളൊന്നും ചെയ്താൽ പെയിൻറ്റ് പ്രൊട്ടക്ഷനാണ്. പെയിൻറ്റ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ നല്ല ലാഭമായിരിക്കും. ബ്ലാക്ക് കാറൊക്കെ ആണെങ്കിൽ ഡെഫിനറ്റ്ലി ചെയ്താൽ നന്നായിരിക്കും തോന്നുന്നു കേട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് മറക്കരുത്. ഇതേപോലത്തെ നല്ല നല്ല വീഡിയോ ആയിട്ട് വരാം കേട്ടോ. ഇതിപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞതേ ഉള്ളൂ. ഇനി എന്ത് ഡൗട്ടും കാര്യങ്ങളൊക്കെ വിക്ടോറിയസ് ആയിട്ടുള്ള എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്, ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്യാൽ മതി കേട്ടോ. താങ്ക് യു.